ഇന്ന് രാവിലെ കുറച്ച് പണികളുണ്ടായിരുന്നു കേട്ടോ. പുറത്തൊന്ന് പോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ 11 മണിയായിട്ടോ അരിയിടാനായിട്ട്. അതുകൊണ്ട് കുക്കറിലാണ് അരിയിട്ടത്. അതിനുശേഷം തുണിയൊക്കെ വിരിച്ചിടാനായിട്ട് പോയിട്ടോ. കഴിഞ്ഞ ദിവസം ഒരു 2-3 ദിവസം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. എൻ്റെ ചെയിൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ അതിന് പകരം എനിക്ക് നല്ല സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടായിട്ടോ. എൻ്റെ ചെയിൻ തിരിച്ച് കിട്ടി. ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണെങ്കിലും എൻ്റെ ചെയിൻ തിരിച്ച് കിട്ടി കേട്ടോ. നടക്കാൻ പോയവർക്കാണ് കിട്ടിയത്. ഞാനിവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കിട്ടിയപ്പോൾ അവർ രാവിലെ തന്നെ എനിക്ക് കൊണ്ടുപോയി തന്നിട്ടോ. 6 മണിയായപ്പോൾ എനിക്ക് കൊണ്ടുപോയി തന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഇന്ന് രാവിലെ 2-3 ദിവസം ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ കറി വെക്കാനായിട്ട് പോവാണ് കേട്ടോ. ഞാനിപ്പോൾ കുക്കറിലേക്ക് ഇട്ടത് കുമ്പളങ്ങ ആട്ടോ. കുമ്പളങ്ങ ബാലൻസ് വന്നത് അരിഞ്ഞ് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അത് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. അതൊന്ന് ഐസൊക്കെ പോയി കിട്ടട്ടെ. അപ്പോഴേക്കും ഞാൻ കടച്ചക്ക ഇവിടെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കടച്ചക്ക ഫ്രൈ ചെയ്യാനായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. കടച്ചക്ക ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കിയാലൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് മക്കൾ കളിയാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചിരിക്കുന്നത്. അങ്ങനെ കടച്ചക്കയൊക്കെ വൃത്തിയാക്കി എടുത്ത് ഇതിന് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് വേണം കേട്ടോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തെടുത്തു. അപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങയുടെയൊക്കെ ഐസ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുമ്പളങ്ങ ഇങ്ങനെ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഐസ് മാത്രം കളയണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അങ്ങനെ കുമ്പളങ്ങയിൽ മുളകും മഞ്ഞളും പച്ചമുളകൊക്കെ ഇട്ട് വേവിക്കാനായി വെച്ചു. അതുപോലെ തന്നെ കടച്ചക്കയും മസാല തേച്ച് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടോ. ഇനി നമുക്ക് കൂൺ മെഴുക്ക് വരട്ടി ഉണ്ടാക്കണം. കൂണ് ഞാൻ ഒരുപാട് മസാലകളൊന്നും ഇടില്ല. സവാളയും അതുപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഒഴിച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോഴാണ് കൂണിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും മോരും കൂടി അരച്ച് ഒഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ലഞ്ചിന് ഇതൊക്കെയായിരുന്നു സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്.